ബാധിക്കും കൊറോണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഭക്ഷണം കിട്ടാത്ത, അരി കിട്ടാത്തത്, പച്ചക്കറി കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ലല്ലോ, ലോകത്ത് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോജിസ്റ്റിക് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിത്ത് മുതൽ ചില്ലറ വ്യാപാര മേഖലയിലെ കമ്പനികൾ വരെ, വാൾമാർട്ട് വരെ എല്ലാ ഭക്ഷ്യസാധനങ്ങളുടെ വില കൂട്ടി. ആഫ്രിക്കയിലൊക്കെ വളത്തിനും വിത്തിനും വില കൂടിയതുകൊണ്ട് ആൾക്കാർക്ക് കൃഷി നിർത്തേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു, യഥാർത്ഥത്തിൽ ലോജിസ്റ്റിക് പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വിത്തിൻ്റെ കാര്യം മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കി മുഴുവൻ ഓരോ മേഖലയും വിശദമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ വ്യാപാരി സുഹൃത്തുക്കളും ഒക്കെ ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിലെ ഒരൊറ്റ കമ്പനി റിലയൻസ് 16,000 റീറ്റെയിൽ ഷോറൂമുകൾ ഇന്ത്യയിൽ തുടങ്ങി. ഇപ്പോൾ വാൾമാർട്ട് അമേരിക്കയിൽ ചെയ്തത് ഇവിടെ റിലയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപകടം നമുക്ക് കുറച്ചുകൂടി നാളെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായൊരു ബുക്ക് എൻ്റെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട് അടുത്ത് തന്നെ. ഇപ്പോൾ വിത്ത് ബില്ലിൻ്റെ സാഹചര്യം, വിത്ത് എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതാണ്. വിത്ത് കുത്തകവൽക്കരിക്കപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ കുത്തകവൽക്കരണത്തിലെ അപകടമായിട്ട് മാറുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുകയും ആ വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശക്തമായിട്ട് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യണം. നമുക്ക് വിദ്യാഭ്യാസം ബാക്കി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ അടുത്ത കാലത്ത് അന്തരിച്ച രാജു സേവ്യർ 10ാം ക്ലാസ്സുകാരനായിരുന്നു. ഏത് WTO-നെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വിത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വായിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തയ്യാറാക്കി അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമായിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. മലനാട് രക്ഷാസമിതിയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അപ്പം നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. കാരണം നമ്മൾ ഇന്ന് പഠിക്കാനോ പ്രതികരിക്കാനോ തയ്യാറായില്ലെങ്കിൽ നമ്മളുടെ മക്കള് പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. വിത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ലോക വ്യാപാര സംഘടന WTO-യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറാൻ തുടങ്ങി. 1986 ഗാഡ് കരാറ്, ആ ഗാഡ് കരാറിൻ്റെ ഉറുഗോ വട്ടമേശ സമ്മേളനം മുതലാണ് കുത്തകകൾ ഗാട്ടിൻ്റെ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങിയത്. അതെങ്ങനെ ഗാട്ടിൻ്റെ നിയമങ്ങളെ എങ്ങനെ മാറ്റി അവർക്ക് അനുകൂലമാക്കാം എന്നുള്ളത് 86 ഉറുഗോ വട്ടമേശ സമ്മേളനത്തിൽ അവർ വിജയിച്ചു. പിന്നീട് നമുക്കറിയാം ലോക വ്യാപാര സംഘടന WTO ഉണ്ടായി. ഇന്ത്യ അതിനകത്ത് 94 അംഗമായി. 95 മുതൽ കരാർ നിലവിൽ വന്നു. അപ്പോൾ ആ കരാറിൻ്റെ ഭാഗമായിട്ട് വിത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് WTO-ൻ്റെ ആവശ്യപ്രകാരം നമ്മൾ മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തിയ വിത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് ആക്ട്. അത് കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും അറിയാം. WTO-യിൽ കോൺഗ്രസിൻ്റെ കാലത്ത് ചേരുന്ന സമയത്ത്, ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് പറയാൻ ചിന്തിക്കരുത്, എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ല. ആഗോളവൽക്കരണത്തെ അനുകൂലിക്കുന്ന ഒരാൾക്കും വോട്ട് ചെയ്യാറുമില്ല. അങ്ങനെ പല കാലം വോട്ട് ചെയ്യാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ബദൽ സ്ഥാനാർത്ഥികളുള്ളവർക്ക് വോട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ WTO-യുടെ സമയത്ത്, അതായത് ഒപ്പിടുന്ന സമയത്തൊക്കെ എതിർത്ത BJP-യുടെ കാലത്താണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആക്ട് കൊണ്ടുവരുന്നത്. ആ ആക്ട് എന്താണ് പറയുന്നത്? ആ ആക്ട് എന്ന് പറയുന്നത് WTO-ൻ്റെ ഇതനുസരിച്ചിട്ട് ഓരോ പ്ലാന്റ് വെറൈറ്റീസും രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത പ്ലാന്റ് വെറൈറ്റീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടേതായിരിക്കും. ഇത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കുക വളരെ ചുരുക്കത്തിൽ. അങ്ങനെ ആ പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റാർക്കും തന്നെ വിത്തായിട്ട് ഉണ്ടാക്കി വിതരണം ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിലെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആക്ടിൽ ഒരു കാര്യമുണ്ട്. അതിനകത്ത് ഫാർമേഴ്സ് റൈറ്റ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് അന്ന് എല്ലാ കർഷക സംഘടനകളും അതിശക്തമായിട്ട് സമരം ചെയ്തുകൊണ്ട് ഫാർമേഴ്സ് റൈറ്റ് ആക്ട് കുറച്ച് ശക്തമാണ് കർഷകരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
അപ്പോൾ കർഷകർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ വിത്തായാലും മേടിച്ചിട്ട് അത് ലേബലൊട്ടിച്ച് വിൽക്കാൻ പാടില്ല, അല്ലാതെ വേറൊരാൾക്ക് കൈമാറാനായിട്ട് ഇന്നത്തെ ഇന്ത്യയിലെ നിയമപ്രകാരം പറ്റും. ആ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് കുത്തകൾ ആവശ്യപ്പെട്ടിട്ട് അത് മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ കേന്ദ്ര സർക്കാർ, അതായത് വിത്തുമായിട്ട് ബന്ധപ്പെട്ട കർഷകരുടെയും ബാക്കി സംഘടനകളുടെയും ഒക്കെ ഒരു യോഗം വിളിച്ചിട്ട് ഈ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആക്ട് ഞങ്ങൾ അമെൻഡ് ചെയ്യാൻ പോകും, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൺസൾട്ടേഷൻ വെച്ചിരുന്നു ഡൽഹിയിൽ. ഇന്ത്യയിലെ കർഷക പ്രതിനിധികളായിട്ട് ഞങ്ങൾ അതിനകത്ത് 9 പേര് പങ്കെടുത്തിരുന്നു. രാകേഷ് ടിക്കായത്ത് ബാക്കി ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് എഴുതി അവിടെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ആകെ 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. വളരെ കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ഭേദഗതികൾ എന്തൊക്കെയാണ് ദോഷം ചെയ്യുക എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റി. ഇതൊന്ന് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആക്ട്, ഇത് വിത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ്. മറ്റൊന്ന് നമ്മുടെ സീഡ് ബില്ല് ഇപ്പോൾ ഒരെണ്ണമുണ്ട് 66-ലെ, അത് അമെൻഡ് ചെയ്തിട്ട് പുതിയ ബില്ല് കൊണ്ടുവരാനായിട്ടുള്ള ഡ്രാഫ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് 2 അന്താരാഷ്ട്ര കരാറുകളെ കുറിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ പല അന്താരാഷ്ട്ര കരാറുകളും വരുന്നുണ്ട്. ഇപ്പോൾ WTO ഒരു അന്താരാഷ്ട്ര കരാറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ വന്നത്. WTO-ക്ക് അനുസരിച്ച് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ മാറ്റം വരുത്തി. പിന്നെയുള്ളത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇന്ത്യ പല ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലും ഒപ്പിട്ടു. സ്വതന്ത്ര വ്യാപാര കരാറുകൾ ആദ്യം ഒപ്പിട്ടത് ഇൻഡോ ശ്രീലങ്ക കരാറ്. അതിനുശേഷം ഇങ്ങോട്ട് ഒപ്പിട്ടിട്ട് ഇപ്പം 18ാമത്തെ കരാറാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പിട്ടത് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ഈ വികസിത രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കരാറിൽ എന്താ വ്യവസ്ഥ എന്നുള്ളത് മുഴുവൻ വന്നിട്ടില്ല. ആകെ കേന്ദ്ര സർക്കാർ അറിയാം സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളൊക്കെ ഒരു